ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സുന്ദരി അഖിലനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അഖിലനോട് പണം കൊണ്ടുതരാൻ വേണ്ടി പറയുകയാണ്, ജാനകിയെ കൊന്നതിനുള്ള ബാക്കിയുള്ള പ്രതിഫലം. അത് കേട്ട സമയത്ത് അഖിലൻ ചോദിക്കുന്നുണ്ട്, ഇത്ര തിരക്കിട്ടിട്ട് ഇപ്പം തന്നെ ഞാൻ വരണോ? അപ്പോൾ സുന്ദരി പറയുകയാണ്, ഇപ്പോൾ കാര്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങളിനി വാക്ക് മാറ്റിയാലോ, അതുകൊണ്ട് വരണം. സിദ്ധു പറഞ്ഞത് പ്രകാരമാണ് അഖിലനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുത്തിക്കുന്നത്. ഈ സമയത്ത് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സർ. എനിക്ക് നിങ്ങളുടെ കാര്യം അവസാനിച്ചതിന് ശേഷം എനിക്ക് പണം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എനിക്കെന്താ പോലീസിൽ പോകാൻ പറ്റുമോ? അതുകൊണ്ട് ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് നേരിട്ട് കണ്ട് തന്നെ സെറ്റിൽ ചെയ്തേക്ക് സർ. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. സുന്ദരിയുടെ സംസാരം കേട്ട സമയത്ത് എല്ലാവർക്കും അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ജ്യോതി സഹോദരനോട് പറയുന്നുണ്ട്, ഏയ്, അവൾ പറഞ്ഞതുപോലെ ജാനകിയെ കൊന്നില്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞ എമൗണ്ട് അവൾക്ക് കൊടുത്ത് ക്ലോസ് ചെയ്തേക്ക്. ശരി സുന്ദരി, ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയിട്ട് നിന്നെ വിളിച്ചോളാം എന്ന് അഖിലം പറയുകയാണ്. സ്പീക്കറിട്ടതുകൊണ്ട് തന്നെ എല്ലാവരും അത് കേൾക്കുന്നുണ്ടായിരുന്നു. നിനക്ക് തരേണ്ട ബാലൻസ് എമൗണ്ട് ഞാനിപ്പോൾ തന്നെ തന്നേക്കാം. ശരി സർ. സുന്ദരി പറഞ്ഞ് കോള് കട്ട് ചെയ്തതും സിദ്ധു ആ ഫോൺ തട്ടി വാങ്ങിക്കുകയാണ്. എല്ലാവരും നല്ല ദേഷ്യത്തിലാണുള്ളത്. അതേസമയം ജ്യോതിയാണെങ്കിൽ സന്തോഷത്തോടെ സഹോദരനോട് പറയുന്നുണ്ട്, ഏട്ടാ, ഇപ്പോഴാണ് മനസ്സിന് സമാധാനമായത്. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി വാസുവിന് കിട്ടാൻ വേണ്ടി പോകുന്ന 2 കോടി രൂപ ഇൻഷുറൻസ് പണം, അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വാസുവിനെ പറ്റിച്ചിട്ട് ആ പണവുമായിട്ട് മുംബൈയിലേക്ക് കടന്നു കളയണം. അത് കേട്ട് അഖിലനും സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ശരി, നമുക്ക് 2 പേർക്കും പോയിട്ട് സുന്ദരിയുടെ ആ ഒരു പണം സെറ്റിൽ ചെയ്തിട്ട് വരാം. ശരി ഏട്ടാ. അപ്പോഴേക്കും സിദ്ധാർത്ഥ് വിളിച്ചത് പ്രകാരം പോലീസുകാർ അവിടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുന്ദരിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്, ഇതാണ് പ്രതിയെന്ന്. അപ്പോൾ അദ്ദേഹം ആണെങ്കിൽ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക, നടന്നത് എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് പറയാമോ? ശരി സർ, ഞാൻ പറയാം. ചന്ദ്രിക ഗീത വിളിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും അതിനു മുമ്പ് വീട്ടിൽ സംഭവിച്ച ഇൻസിഡൻസും ഒക്കെ പോലീസുകാരോട് പറയുകയാണ്. എല്ലാം കേട്ടതിന് ശേഷം SI പറയുന്നുണ്ട്, ഓ, അപ്പോൾ പക്ക പ്ലാനിങ്ങോട് കൂടിയാണ് ഇവൾ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നത് അല്ലേ? അതെ സർ, എല്ലാത്തിനും ഇവൾ കൃത്യമായ പ്ലാനിങ് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവളായിരുന്നു അവരുടെ ആയുധം. അപ്പോൾ പോലീസുകാരനാണെങ്കിൽ സുന്ദരിയോട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം, മനസ്സിലായോ? ചെയ്യാം സർ. കരഞ്ഞുകൊണ്ട് സുന്ദരി പറയാണ്, അതല്ലെങ്കിൽ കാലം മുഴുവൻ നീ ജയിലിൽ തന്നെ കിടക്കും. പുറത്തേക്ക് വരാനുള്ള ഒരു പഴുതുപോലും നിനക്ക് ഞാൻ വരുത്തിക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഭയന്നുകൊണ്ട് സുന്ദരി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഞാൻ അതുപോലെ ചെയ്തോളാം സർ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പോലീസുകാരൻ കൃത്യമായിട്ട് സുന്ദരിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊക്കെ ചെയ്യാമെന്ന് സുന്ദരി അനുസരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും അഖിലനും ജ്യോതിയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അഖിലൻ ഫോൺ എടുത്തിട്ട് സുന്ദരിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെയുള്ളതെന്ന്. ഞാൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ടുണ്ട് സർ. അപ്പോൾ അഖിലൻ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് സുന്ദരിയെ കാണുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു നോക്ക്, ഇവിടെ ഒരു ബ്ലൂ കളർ കാറ് കാണുന്നില്ലേ, അതിനടുത്തേക്ക് വാ. ശരി സർ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് സുന്ദരി അങ്ങോട്ടേക്ക് പോവാണ്. വാ സുന്ദരി, വണ്ടിയിൽ കയറ്. ശരി സർ എന്ന് പറഞ്ഞിട്ട് സുന്ദരി വേഗം കാറിലേക്ക് കയറുകയാണ്. പക്ഷെ അവരാകെ വേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അഖിലനും ജ്യോതിയൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ജ്യോതി സന്തോഷത്തോടു കൂടിയാണ് സുന്ദരി തിരിഞ്ഞു നോക്കുന്നത്. അഖിലൻ ചോദിക്കുന്നുണ്ട്, ജാനകിയുടെ ബോഡി ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് ഉള്ളത്? അതെ സർ. ജാനകി ഹാർട്ട് അറ്റാക്കിലാണ് മരിച്ചതെന്ന് എല്ലാവരെയും ബോധിപ്പിച്ചില്ലേ? അങ്ങനെ ചെയ്തു സർ. സൂപ്പർ, പറഞ്ഞ ജോലി കൃത്യമായി നന്നായിട്ട് തന്നെ ചെയ്തു. അഖിലൻ സുന്ദരിയെ പുകഴ്ത്തുകയാണ്. പക്ഷെ സുന്ദരിയാണെങ്കിൽ വിയർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം താൻ പറയുന്നതൊക്കെ കള്ളത്തരാണെന്നും ഇവരെ 2 പേരെയും കൊടുക്കാനാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്നും ഇവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ കയ്യിലൊരു ചെറിയ ബാഗ് എടുത്തിട്ട് അഖിലൻ അത് സുന്ദരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയാണ്, ഇന്നാ, ഇതിൽ നീ പറഞ്ഞ തുകയുടെ ബാക്കി ബാലൻസ് തുകയുണ്ട്. സുന്ദരി ആ ബാഗ് തുറന്നിട്ട് പണം നോക്കുവാണ്. അത് കണ്ടപ്പോൾ അവരുടെ കണ്ണ് മഞ്ഞളിക്കുന്നുണ്ടെങ്കിലും അത് തനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അഖിലൻ സന്തോഷത്തോടെ പറയാണ്, ഇത്രയധികം പണം എടുത്തിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പോവണ്ട. ആർക്കെങ്കിലും നിന്റെ മേൽ സംശയം തോന്നും. അതുകൊണ്ട് പുറത്ത് ഏതെങ്കിലും വിശ്വാസമുള്ള സ്ഥലത്ത് വെച്ചോളൂ. ശരി സർ. അപ്പോഴും സുന്ദരിയുടെ മുഖത്തുണ്ടായിരുന്ന ഭാവവ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് അഖിലൻ ചോദിക്കുന്നുണ്ട്, എന്താ സുന്ദരി, നീ ആകെ ഒരുതരം പരവശയായിട്ടാണല്ലോ ഉള്ളത്. ജാനകിയുടെ കാര്യത്തിൽ തീരുമാനമായല്ലോ, ഇനി എന്തിനാ നീ വേവലാതിപ്പെടുന്നത്? റിലാക്സ് ആയിട്ടിരിക്കേ. പക്ഷേ സുന്ദരിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിങ്ങനെ പുറത്ത് ആരെയോ തേടിക്കൊണ്ടിരിക്കുകയാണ്. ജ്യോതിയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ജ്യോതിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല അഖിലൻ ചോദിക്കുകയാണ്, എന്താ സുന്ദരി, നീ വല്ലാതെ എന്തോ ഒരു വിയർത്തതുപോലെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷെ അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് അഖിലൻ്റെ കാറ് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലൻ അത് കണ്ടിട്ടില്ല.
അവളെന്താ ഒരുമാതിരി ആയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ? ഞാൻ പറയാം. വാട ഇറങ്ങ്, പുറത്തേക്ക് ഇറങ്ങ് എന്ന് പറഞ്ഞിട്ട് അഖിലൻ്റെ കാറിൻ്റെ ഡോറ് പിടിച്ച് തുറന്നിട്ട് പോലീസുകാരൻ അയാളെ പിടിച്ച് പുറത്തേക്ക് വലിച്ചിടുകയാണ്. പോലീസുകാരെ കണ്ട സമയത്ത് അഖിലനും ജ്യോതിയും ഒരുപോലെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവരെ പുറത്തേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്നപ്പോഴേക്കും ചന്ദ്രികയും സിദ്ധുവും മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും ആരതിയും ആകാശവും ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു, വാസു ഉൾപ്പെടെ. അപ്പോൾ സുന്ദരിയെ കൂടി അവർ പുറത്തേക്ക് വലിച്ചയക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരനോടായിട്ട് വാസു പറയുന്നുണ്ട്, എല്ലാത്തിനും കാരണം ഇവളാണ്. ജ്യോതിയെ നോക്കിക്കൊണ്ടാണ് വാസു പറയുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് പോലീസുകാരനോട് പറയുന്നുണ്ട്, ഇവളെ എന്നെ പറ്റിച്ചതുപോലെ ഇതിനു മുമ്പ് ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇവളെ പോലുള്ള സ്ത്രീകൾ കാരണമാണ് നന്നായിട്ട് ജീവിക്കുന്ന കുടുംബസ്ഥരൊക്കെ കുടുംബം നശിപ്പിച്ച് വഴിയാധാരാവുന്നത്. വാസു പറയുന്നത് കേട്ടപ്പോൾ അയാളുടെ അനുഭവമാണെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ വാസു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സർ, എനിക്കിപ്പോൾ ഇവളോട് വരുന്ന ദേഷ്യത്തിന് ഇവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ജ്യോതിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുവാണ്. ആരും തന്നെ വാസുവിനെ തടയാൻ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാരാണ് വാസുവിനെ തടയുന്നത്. എന്നിട്ട് അയാളെ പിടിച്ചു മാറ്റിയിട്ട് പറയുന്നുണ്ട്, വാസുദേവൻ, ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കോടതി തീരുമാനിക്കും, നിങ്ങൾ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് വാസു ഒന്ന് അടങ്ങിയത്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ വന്നിട്ട് അഖിലനെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊന്ന് തള്ളണം എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവരുടെ രണ്ടുപേരുടെയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്. പക്ഷെ ആരും സിദ്ധാർത്ഥിനെയും തടയുന്നുണ്ടായിരുന്നില്ല. അവിടെയും പോലീസുകാർ തന്നെയാണ് ഇടപെടുന്നത്. അവർ പറയുന്നുണ്ട്, സിദ്ധു മതി. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, ഇവരെ പോലെയുള്ള ആളുകളൊക്കെ എന്തിനാണ് സർ കോടതിയിൽ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് വിട്ടുതാ, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തോളാം. മിസ്റ്റർ മഹേന്ദ്രൻ, കൺട്രോൾ യുവർ സെൽഫ്, പോലീസുകാരൻ മഹേന്ദ്രനോട് പറയുന്നുണ്ട്. എന്നിട്ട് കോൺസ്റ്റബിൾസിനോടായിട്ട് അവരെ എല്ലാവരെയും ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടി പറയുകയാണ്. അവരിങ്ങനെ ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ പോലീസുകാരനാണെങ്കിൽ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, മഹേന്ദ്ര സർ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അവരെ 3 പേരെയും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും, അവർക്ക് വേണ്ടുന്ന ശിക്ഷ, തക്കതായ ശിക്ഷ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാരൻ അവിടുന്ന് പോകുന്നത്. അവർ പോയതിനു ശേഷം ആരതി കരഞ്ഞുകൊണ്ട് ജാനകിയെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ, ചന്ദ്രിക വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ അമ്മയെ ജീവനോടെ കാണില്ലായിരുന്നു. എല്ലാവരും അത് കേട്ടപ്പോൾ നന്ദി സൂചകമായി ചന്ദ്രികയെ നോക്കുവാണ്. മാത്രമല്ല സിദ്ധുവും സങ്കടത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക, ഒരുപക്ഷെ നീ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കെൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടില്ലായിരുന്നു. ജാനകിയും അത് കേട്ട് നന്ദി സൂചകമായിട്ട് ചന്ദ്രികയെ നോക്കുവാണ്. സിദ്ധു പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ പറയുന്നുണ്ട്, സർ, എന്തിനാ സർ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മായിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അപ്പോഴും എല്ലാവരും സന്തോഷത്തോടെ ചന്ദ്രികയെ നോക്കുകയാണ്. മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക, എനിക്കെൻ്റെ അനിയത്തിയെ ജീവനോടെ തിരിച്ചു തന്നു മോളെ, എനിക്കിതു മതി മോളെ, ഇതു മതി എന്ന് പറയുകയാണ്. അപ്പോഴും ജാനകി സന്തോഷത്തോടെ ചന്ദ്രികയെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വാസുദേവൻ വന്നിട്ട് ജാനകിയുടെ അടുത്ത് മുട്ടുകുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജാനകി, എന്നോട് മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ ജാനകി, മാപ്പ് തരൂ. പക്ഷേ ജാനകി മുഖം വെട്ടിത്തിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക ജാനകി. അപ്പോൾ വാസുദേവൻ പിടിച്ച കൈകൾ ജാനകി വലിച്ചു മാറ്റുവാണ്. അപ്പോൾ വാസു സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാനത് ഉൾക്കൊള്ളുവാണ്. ഞാൻ ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നീ എനിക്ക് തന്നോളൂ, അത് ഞാൻ സ്വമനസ്സാലെ നിറഞ്ഞ മനസ്സോടെ ഏറ്റോളാം. അപ്പോൾ ജാനകി ദേഷ്യത്തോടെ പറയാണ്, നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ തരുന്ന ശിക്ഷ ഇതാണ്, ഇനി മേലാൽ എൻ്റെ വീടിനടുത്ത് പരിസരത്ത് പോലും നിങ്ങൾ വരാൻ പാടില്ല, എൻ്റെ കൺമുന്നിൽ പോലും ഇനി നിങ്ങളെ കാണാൻ പാടില്ല, പോയിക്കോ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ട് കൈ ആട്ടുവാണ്. അപ്പോൾ വാസു കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തി നിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും ആരതിക്കും ഒക്കെ സങ്കടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരതിയോടും സിദ്ധുവിനോടുമായിട്ട് ജാനകി പറയുന്നുണ്ട്, എന്ന് എന്നോട് വിശ്വാസവഞ്ചന ചെയ്തിട്ട് നിങ്ങളുടെ അച്ഛൻ മറ്റൊരു സ്ത്രീക്കൊപ്പം പോയോ, അന്ന് മുതൽ അച്ഛൻ എന്ന പദവിക്ക് ഇയാൾ യോഗ്യതയില്ലാത്തവനായി. വാസു സങ്കടത്തോടെ നിൽക്കുകയാണ്. സിദ്ധു വിളിക്കുന്നുണ്ട്, അമ്മ, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് 2 പേർക്കും അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. ജാനകി കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോടും ആരതിയോടുമായിട്ട് പറയാണ്. ആരും മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ തന്നെ മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ വാ, നമുക്ക് പോവാം. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, എല്ലാവരും ഞാനാണ് അമ്മായിയെ രക്ഷിച്ചത് എന്നാണ് പറയുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അമ്മായിയെ രക്ഷിച്ചത് വാസുമാമനാണ്. എല്ലാവരും അത് കേട്ട് വാസുവിനെ നോക്കുവാണ്. വാസു നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അദ്ദേഹം ഒരുപക്ഷെ ശരിയായ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആർക്കും ജാനകി അമ്മായിയെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. അത് കേട്ട് എല്ലാവരും വാസുവിനെ നോക്കുമ്പോൾ ജാനകി ചന്ദ്രികയോടായിട്ട് പറയാണ്, എൻ്റെ ജീവൻ രക്ഷിച്ചത്
എൻ്റെ ഏട്ടനും എൻ്റെ അച്ഛനും ചെയ്ത പുണ്യം മാത്രമാണ്. ധർമ്മം നമ്മുടെ ജീവൻ രക്ഷിക്കും എന്ന് പറയാറില്ലേ, അവർ രണ്ടുപേരും ചെയ്ത ധർമ്മമാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. അല്ലാതെ ഇയാൾ കാരണമല്ല ഞാൻ ജീവനോടെ നിൽക്കുന്നത്. ഇയാൾ എന്നോ എന്നെ കൊന്നിട്ട് പോയതാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ വാ ഏട്ടാ നമുക്ക് പോവാം. അപ്പോൾ എല്ലാവരും ജാനകിയുടെ സങ്കടം കണ്ട് കരയാണ്. അതുപോലെ വാസുവും വിഷമത്തോടെയാണ് ഉണ്ടായിരുന്നത്. സിദ്ധു വീണ്ടും അച്ഛന് വേണ്ടി സംസാരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ എന്ന് വിളിക്കുകയാണെങ്കിലും മഹേന്ദ്രൻ വാ പോവാന്ന് പറഞ്ഞിട്ട് ജാനകിയെ കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ വാസു കരഞ്ഞുകൊണ്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, മോനെ സിദ്ധു നീയെങ്കിലും അച്ഛനൊന്ന് വിശ്വസിക്കടാ. അപ്പോൾ സിദ്ധു തിരിച്ചൊന്നും പറയുന്നില്ല. മഹേന്ദ്രനും ചന്ദ്രികയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ശരി നീ പൊയ്ക്കോ എന്ന് വാസു സിദ്ധുവിനോടും പറയാണ്. അതേസമയം പിറ്റേന്ന് ജാനകി ഹാളിലിരിക്കുകയാണ്. അവരുടെ മനസ്സ് നിറയെ കഴിഞ്ഞുപോയ ഓരോരോ കാര്യങ്ങളായിരുന്നു. ആരതിയുടെ കല്യാണ ദിവസം ആ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ട് ചന്ദ്രിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരതിയുടെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവളെ ശിക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആരതിക്കും ആകാശിനും ന്യായം കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സ്ഥലം വിട്ട് പോവത്തില്ല. ചന്ദ്രിക അവർക്ക് രണ്ടുപേർക്കും വേണ്ടി വാദിച്ചതായിരുന്നു. അതിനാണ് അവസാനം ആകാശ് അച്ഛനോട് യാചിച്ച് പറയുന്നത്, അച്ഛാ എന്നെക്കൊണ്ട് ആ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കില്ല അച്ഛാ, ഞാൻ ആരതിയെ പ്രണയിക്കുന്നുണ്ട്. അങ്ങനെ ആരതിക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ ആരതിയുടെ വിവാഹം നടന്നത്. അതിനുശേഷം ആരതിക്കും ആകാശിനും മറ്റാരും കൊടുക്കാത്ത വിരുന്ന് ആദ്യം തന്നെ കൊടുത്തത് ചന്ദ്രികയാണ്. അന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആരതി ചന്ദ്രികയെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു, അവളുടെ ഭക്ഷണമൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അവസാനമായിട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചന്ദ്രിക സുന്ദരിക്ക് നേരെ ദേഷ്യത്തോടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റൂമിനകത്ത് വിഷമുള്ള പാമ്പ് എങ്ങനെയാണ് വന്നത്? അയൺ ബോക്സ് വെച്ച് നിങ്ങൾക്ക് ഷോക്ക് അടിച്ചപ്പോഴും വീട്ടിലെ ഗ്യാസ് തുറന്നിട്ടിട്ട് ഗ്യാസ് ലീക്കാക്കിയപ്പോഴും വാസുമാമൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ സുന്ദരി ആയിരിക്കില്ലേ ഇതൊക്കെ ചെയ്തത്? ചന്ദ്രികയുടെ സംശയം തീർത്തും ന്യായമായിരുന്നു. അതൊക്കെ ആലോചിച്ചിട്ട് ജാനകിയുടെ ഉള്ളിലൊരു പുഞ്ചിരി തോന്നുവാണ്. അതേസമയം സിദ്ധാർത്ഥും ചന്ദ്രികയും കൂടിയിട്ട് ഒരു ഓഫീസിൽ വന്നിരിക്കുകയാണ്. അതായത് അവർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഓഫീസിൽ ഒരു ക്ലയൻറ്റിനെ കാണാനാണ് അവർ വന്നിരിക്കുന്നത്. ആ സമയത്ത് രണ്ടുപേരും ഓഫീസിൽ അവർക്ക് സ്റ്റാഫ് അവരുടെ മുന്നിൽ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സർ പെട്ടെന്ന് വരാൻ പറഞ്ഞത്, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ? ചന്ദ്രിക ചെറിയൊരു ഭയത്തോടെയാണ് ചോദിക്കുന്നത്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചു വരുത്തിയത്. അദ്ദേഹം പറയുന്നുണ്ട്, ചന്ദ്രിക നിങ്ങളിപ്പോൾ തിരക്ക് പിടിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട. അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് ചന്ദ്രിക ആകെ ഷോക്കായിട്ട് സിദ്ധുവിനെ നോക്കുവാണ്. സിദ്ധുവിനും അതേപോലെ ഞെട്ടലുണ്ടായിരുന്നു. എന്താ സർ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത്? എന്താന്ന് വെച്ചാൽ ഞങ്ങൾ US അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ലൈസൻസ് ക്യാൻസലായിപ്പോയി. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധു ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ വീണ്ടും ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ലൈസൻസ് കിട്ടാൻ എങ്ങനെയായാലും ഒരു 6 മാസമെങ്കിലും ആവും. പെട്ടെന്ന് തന്നെ ഞങ്ങളെക്കൊണ്ട് US ഒരു ഗവൺമെൻറ് സ്ഥാപനമൊന്നും തുടങ്ങാൻ സാധിക്കുന്നതല്ല. പക്ഷെ അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധു ആകെ വല്ലാതാവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ തുക പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് അതെപ്പോൾ തിരിച്ചു തരാൻ സാധിക്കും? അപ്പോൾ സിദ്ധു ചന്ദ്രികയെ നോക്കിയപ്പോൾ ചന്ദ്രിക അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, സർ ഞങ്ങൾക്ക് 1 വർഷത്തെ സാവകാശം വേണം സർ. ശരി, നിങ്ങൾ 1 വർഷം കൊണ്ട് ഞങ്ങൾ തന്ന പണം തിരിച്ചു തന്നാൽ മതി. ശരി സർ. ചന്ദ്രികയും സിദ്ധു ആകെ വല്ലാതാവുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾക്ക് പോവാം. ശരി സർ, ഞങ്ങൾ പോവാണ് എന്ന് അവരോട് മാന്യമായ രീതിയിൽ സംസാരിച്ചിട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ചന്ദ്രിക ആകെ വല്ലാതായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു അവസ്ഥയിൽ അവരുടെ പണം കൂടി തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് വീട് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മി പൂജാമുറിയിലാണ് ഉണ്ടായിരുന്നത്. മഹേന്ദ്രനും അച്ഛനും ഇരുന്ന് സംസാരിക്കുകയാണ് ഹാളിൽ വെച്ചിട്ട്. അപ്പോഴേക്കും ലക്ഷ്മിയുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ആരതി ഒഴിയാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആരതി ഒഴിയുന്ന സമയത്താണ് ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകിക്കും ആരതി ഒഴിയാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാനകി മഹേന്ദ്രനോടും അച്ഛനോടുമായിട്ട് പറയാണ്, ഏട്ടാ അച്ഛാ എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കണം. എന്തായിരിക്കും ജാനകി പറയാൻ പോകുന്നതെന്ന് ചെറിയൊരു ഭയത്തോടെയാണ് മഹേന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനോട് ചോദിക്കണം, അച്ഛൻ ഞാൻ സംസാരിച്ചോട്ടെ? എന്താ മോളെ ഇത് പെർമിഷനൊക്കെ ചോദിക്കുന്നത്? എന്താ നിനക്ക് പറയേണ്ടത്, പറഞ്ഞോളൂ. ലക്ഷ്മി കയ്യിലുണ്ടായിരുന്ന ആരതി തട്ട് തിരിച്ച് പൂജാമുറിയിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് മനസ്സിൽ ആഗ്രഹിക്കുകയാണ് ജാനകി താൻ വിചാരിച്ച കാര്യം തന്നെ സംസാരിക്കണേന്ന്. തിരിച്ചു വന്ന സമയത്ത് ജാനകി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ നിങ്ങളന്ന് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി അച്ഛാ. ദൈവത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ചന്ദ്രികയെക്കുറിച്ച് ഞാൻ ഇതുവരെ കരുതിയിട്ടുണ്ടായിരുന്ന എല്ലാ ധാരണകളും തെറ്റായിരുന്നു.
എൻ്റെ അഭിപ്രായമൊക്കെ മാറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ഞാനിത് മാറി ചിന്തിച്ചില്ലെങ്കിൽ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല. ചന്ദ്രിക എൻ്റെ ജീവൻ മാത്രമല്ല, എൻ്റെ മകളുടെ വിവാഹ ജീവിതവും ഈ കുടുംബത്തിൻ്റെ അഭിമാനവുമാണ് സംരക്ഷിച്ചത്. അവൾക്ക് വേണ്ടി ഞാൻ ഇതുപോലും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. എന്നിട്ട് മഹേന്ദ്രനോടായിട്ട് പറയാണ്, ഏട്ടാ, ചന്ദ്രിക നിങ്ങളുടെ മകളാണ് എന്ന് പറയുന്നതിനേക്കാളേറെ എൻ്റെ മരുമകളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏട്ടാ. അത് കേട്ട സമയത്ത് ലക്ഷ്മിക്കും മഹേന്ദ്രനും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് തോന്നുന്നത്. കാരണം ചന്ദ്രികയുടെ എല്ലാ നന്മകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ജാനകി ഇപ്പോൾ സംസാരിക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ അതിശയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ജാനകി തന്നെയാണോ ചന്ദ്രികയെക്കുറിച്ച് ഇത്രയും നല്ലൊരു അഭിപ്രായം പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അഭിമാനത്തോടെ പുഞ്ചിരിക്കുന്ന സമയത്ത് ജാനകി കുറ്റബോധത്തോടെ പറയുന്നുണ്ട്, നിങ്ങൾ ചന്ദ്രികയും സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ചന്ദ്രികയോടുള്ള വെറുപ്പ് കാരണം അവളെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ച് നിങ്ങളെ അപമാനിച്ചു വിട്ടു. അന്ന് സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഇവിടെ നിന്ന് പോകുമ്പോൾ ഏട്ടനൊരു വാക്ക് പറഞ്ഞു, നീ തന്നെ ചന്ദ്രികയെ പറ്റി മനസ്സിലാക്കി ചന്ദ്രികയിലെ നന്മ തിരിച്ചറിഞ്ഞ് എൻ്റെ മകന് ചന്ദ്രികയെ മരുമകളായി തരുമോ എന്ന് ചോദിച്ച് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന്. മഹേന്ദ്രൻ ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വിഷമത്തോടു കൂടി. അപ്പോൾ ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഏട്ടൻ പറഞ്ഞ ആ വാക്ക് സത്യമായി ഏട്ടാ. ചന്ദ്രികയെ പറ്റി എനിക്ക് നന്നായി മനസ്സിലായി ഏട്ടാ. ചന്ദ്രികയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് എനിക്ക് മരുമകളായിട്ടും സിദ്ധാർത്ഥിന് ഭാര്യയായിട്ടും വരേണ്ടത്. നിങ്ങളുടെ മകൾ ചന്ദ്രികയെ എൻ്റെ മകൻ സിദ്ധാർത്ഥിനെ കൊണ്ട് വിവാഹം നടത്തി കൊടുക്കാമോ ഏട്ടാ? ജാനകി കെഞ്ചുന്നത് പോലെ സംസാരിക്കുകയാണ്. അത് കേട്ട അഭിമാനത്തോടു കൂടിയാണ് മഹേന്ദ്രൻ ഇരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനകി സങ്കടത്തോടു കൂടി പറയാണ്, ഏട്ടാ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജാനകി. അത് കണ്ട് സന്തോഷത്തോടെയും അല്ലെങ്കിൽ അതിനേക്കാളേറെ മനസ്സിന് സംതൃപ്തിയോടെ ഇരിക്കുകയാണ് മുത്തശ്ശൻ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.